ഇന്ന് ദൈവമേ കൈതൊഴാം കോഴിക്കോടാണ്. കോഴിക്കോട് നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നാണ് ചാലപ്പുറത്തെ തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ മഹാഗണപതിക്ക് പുറമെ ബാലരൂപത്തിലെ സുബ്രഹ്മണ്യ സ്വാമിയെയും ഇവിടെ ആരാധിക്കുന്നുണ്ട്. വിശാലമായ കുളത്തിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ തമിഴ് വാസ്തുശില്പവും പ്രധാന ആകർഷണമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാജഭരണകാലത്ത് തമിഴ് രാജാക്കന്മാരുടെ ആഗ്രഹപ്രകാരം മലബാറിലേക്ക് കുടിയേറിയ ഒരു വിഭാഗം ബ്രാഹ്മണർ സ്ഥാപിച്ച തളി ബ്രാഹ്മണ സമൂഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. മഹാഗണപതിക്കൊപ്പം ബാലരൂപത്തിലുള്ള സുബ്രഹ്മണ്യനെയും ഇവിടെ ആരാധിക്കുന്നു. ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ച വിഗ്രഹത്തിൽ ന്യൂനതകൾ കണ്ടെത്തിയതോടെ ഇത് ആചാരപരമായി നിമജ്ജനം നടത്തി പിന്നീട് തളി ബ്രാഹ്മണ സമൂഹ മഠം ആരാധിച്ചിരുന്ന വിഗ്രഹം തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. പ്രധാന പ്രതിഷ്ഠകൾക്കൊപ്പം ഹനുമാൻ, നവഗ്രഹങ്ങൾ എന്നിവയ്ക്കും നിത്യപൂജയുണ്ട്. ക്ഷേത്രത്തിൻ്റെ പൂർവികം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗണപതി ഈ അരയാലും ചോട്ടിലുള്ള തറയിലാണ് ഉണ്ടായിരുന്നത്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലുള്ള ഗണപതി ഭഗവാനെ പിന്നീടാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠ ചെയ്യുന്നത്. നവഗ്രഹ ദേവതാ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ ഉള്ളത്. ആഞ്ജനേയ സ്വാമിയും ഇപ്പോൾ ഈ 2026 മെയ് 8-ാം തീയതി പ്രതിഷ്ഠാഭാഗത്തോടെ, അതായത് ഭക്ത ഹനുമാനായിട്ട് ആഞ്ജനേയ സ്വാമിയുടെ പ്രതിഷ്ഠയും കൂടി നടന്നിട്ടുണ്ട്. ശനിദോഷത്താൽ ബുദ്ധിമുട്ടുന്നവരും സന്താന സൗഭാഗ്യമില്ലാത്തവരും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്നത് സഫലമാകുമെന്നാണ് വിശ്വാസം. അരയാളം കീഴിലുള്ള ശനീശ്വരന് പുരാണങ്ങൾ പറയുന്നതും അതേപോലെ ശാസ്ത്രം പറയുന്നതും അനുഗ്രഹിക്കാൻ മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് ദോഷകാഠിന്യങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും ക്ഷേത്രത്തിൽ വന്ന് സ്ഥിരമായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ വന്ന് ക്ഷേത്രദേവനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നവഗ്രഹങ്ങൾ 9 തവണ പ്രദക്ഷിണം ചെയ്ത് ഒരു ചെറിയ എള്ളുതിരി കത്തിച്ചു കഴിഞ്ഞാൽ തന്നെ, നീരാഞ്ജനം എന്ന് പറയും, എള്ളുതിരി കത്തിച്ചാൽ തന്നെ എത്ര കാഠിന്യമായിട്ടുള്ള ശനി പീഡ ദോഷങ്ങളാണെങ്കിലും അത് സാധൂകരിക്കപ്പെടുന്നതാണ് കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ഷേത്രത്തിന് സമീപത്തെ കുളക്കരയിൽ നടന്ന ഗംഗാ ആരതിയിൽ പങ്കെടുത്തത് 10,000-ങ്ങളാണ്. മാർച്ച് 27 മുതൽ മെയ് 16 വരെ നീണ്ടുനിന്ന തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിലും 1000-ങ്ങൾ പങ്കെടുത്തു. തമിഴ് വാസ്തുശാസ്ത്ര പ്രാധാന്യമുള്ളതിനാൽ കേരളത്തിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ദർശനത്തിനായി എത്താറുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.